Dear friends, welcome back to ARC Digital Learning Platform. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ ടൈപ്പ് ഓഫ് ട്രാവേഴ്സിംഗിൽ ചെയിൻ ട്രാവേഴ്സിംഗും കോമസ് ട്രാവേഴ്സിംഗും നോക്കി. ഇനി നമുക്ക് നോക്കാനുള്ള എന്താണ് തിയോഡോലൈറ്റ് ട്രാവേഴ്സിംഗ്. തിയോഡലൈറ്റ് വെച്ചിട്ട് എങ്ങനെ ട്രാവേഴ്സ് ചെയ്യുക അതാണ് നമുക്ക് നോക്കാനുള്ള. നമ്മുടെ എയിം എന്താണ്? നമുക്ക് ഒരു ട്രാവേഴ്സ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? ലെങ്തുകളും കണ്ടുപിടിക്കണം, അതിൻ്റെ ഡയറക്ഷനും കണ്ടുപിടിക്കണം അല്ലേ? ലെങ്തും കണ്ടുപിടിക്കണം, ഡയറക്ഷനും കണ്ടുപിടിക്കണം. ഇതാണ് എന്ത്? ട്രാവേഴ്സിങ്. ഇത്രയേ ഉള്ളൂ ട്രാവേഴ്സിങ്. ലെങ്ത് കണ്ടുപിടിക്കുക, ഡയറക്ഷൻ കണ്ടുപിടിക്കുക. ഓക്കെ, ലെങ്ത് കണ്ടുപിടിക്കാൻ ഇവിടെ എന്ത് തന്നെ യൂസ് ചെയ്യണം? ഒന്നുകിൽ ചെയിൻ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് യൂസ് ചെയ്യണം? ടേപ്പ് യൂസ് ചെയ്യണം. ഓക്കെ, ഡയറക്ഷനിലാണ് കാര്യമുള്ളത്. നോക്കിയേ, നമ്മുടെ തിയോഡലൈറ്റ് വെച്ചിട്ട് നമ്മൾ എന്താ കണ്ടുപിടിക്കുക? കോമ്പസ് വെച്ചിട്ട് ഡയറക്ഷനിൽ നമ്മൾ ബിയറിംഗ് ആണ് കണ്ടുപിടിച്ചല്ലേ? ഡയറക്ഷൻ എന്തൊക്കെയുണ്ട്? ബിയറിങ്ങും ഉണ്ട്, ആംഗിളും ഉണ്ട്. ഓക്കെ, കോമ്പസ് വെച്ചിട്ട് നമ്മൾ എന്താ കണ്ടുപിടിക്കുക? ബിയറിംഗ് ആണ് കണ്ടുപിടിക്കുക. ഓക്കെ, തിയോഡലൈറ്റ് വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾസ് ആണ് കണ്ടുപിടിക്കുക അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ടൈപ്പ് ഓഫ് തിയോഡലൈറ്റ് ഉണ്ട്. ആ തിയോഡലൈറ്റിൽ എന്താ? സം തിയോഡലൈറ്റ്സ് ആർ ഫിറ്റഡ് വിത്ത് മാഗ്നറ്റിക് കോമ്പസ്. ചില തിയോഡലൈറ്റുകളിൽ മാഗ്നറ്റിക് കോമ്പസ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ മാഗ്നറ്റിക് കോമ്പസ് യൂസ് ചെയ്തുകൊണ്ട് ബിയറിങ്ങും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് തിയോഡലൈറ്റ് ട്രാവേഴ്സിംഗിൽ എന്ത് കണ്ടുപിടിക്കാം? ബിയറിങ്ങും കണ്ടുപിടിക്കാം, അതുപോലെ എന്ത് ചെയ്യാം? ആംഗിളും കണ്ടുപിടിക്കാം. ഉദാഹരണത്തിന് ഇതാണ് എൻ്റെ ട്രാവേഴ്സ് എങ്കിൽ എനിക്ക് ബിയറിങ്ങും കണ്ടുപിടിക്കാൻ പറ്റും, അതുപോലെ തന്നെ എനിക്ക് ആംഗിളും കണ്ടുപിടിക്കാൻ പറ്റും. രണ്ടും കണ്ടുപിടിക്കാൻ പറ്റും തിയോഡലൈറ്റ് വെച്ചിട്ട്. അതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ശരി. ഫസ്റ്റ് നമുക്ക് എന്താണ്? നമുക്കുള്ളത് ട്രാവേഴ്സിംഗ് യൂസിങ് ബിയറിംഗ്. ഓക്കെ, ട്രാവേഴ്സിംഗ് യൂസിങ് ബിയറിംഗ്. നമ്മൾ കോമ്പസിൽ എന്ത് തന്നെയാണ്? ബിയറിംഗ് വെച്ചിട്ടാണ് ചെയ്തത് അല്ലേ? ഇനി എന്ത് ചെയ്യാം? തിയോഡലൈറ്റ് വെച്ചിട്ട് ബിയറിംഗ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇതാണ് എനിക്കുള്ളത് എൻ്റെ ട്രാവേഴ്സ് A B C D. ഓക്കെ ആണല്ലോ? ഞാൻ എന്ത് ചെയ്യണം? ആദ്യം ലെങ്ത് കണ്ടുപിടിക്കണം. ഞാൻ ടേപ്പ് വെച്ച് ലെങ്ത് കണ്ടുപിടിച്ച് ആ പരിപാടി കഴിഞ്ഞു. ടേപ്പ് വെച്ച് ഞാൻ ലെങ്ത് കണ്ടുപിടിച്ചു. ഇനി എനിക്ക് എന്ത് ചെയ്യണം? ബിയറിംഗ് കണ്ടുപിടിക്കണം അല്ലേ? ബിയറിംഗ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഞാനൊരു മാഗ്നറ്റിക് മെറിഡിയനെ എസ്റ്റാബ്ലിഷ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇത് വെച്ചിട്ട് ബിയറിംഗ് കണ്ടുപിടിക്കണം അല്ലേ? കോമ്പസിൽ ഞാൻ എന്താ ഓരോ സ്റ്റേഷനിലും എൻ്റെ മാഗ്നറ്റിക് മെറിഡിയനെ എസ്റ്റാബ്ലിഷ് ചെയ്തു. പക്ഷേ ഇവിടെ എന്താ? ഫസ്റ്റ് സ്റ്റേഷനിൽ മാത്രമേ ഞാൻ എന്ത് ചെയ്യത്തുള്ളൂ? മാഗ്നറ്റിക് മെറിഡിയൻ എസ്റ്റാബ്ലിഷ് ചെയ്യത്തുള്ളൂ. മാഗ്നറ്റിക് മെറിഡിയൻ established only at ഫസ്റ്റ് സ്റ്റേഷൻ. ആദ്യത്തെ സ്റ്റേഷനിൽ മാത്രമേ ഞാൻ എന്ത് ചെയ്യത്തുള്ളൂ? മാഗ്നറ്റിക് മെറിഡിയൻ എസ്റ്റാബ്ലിഷ് ചെയ്യത്തുള്ളൂ. ഇതാ നോക്കിയത് എങ്ങനെ ചെയ്യുക? നമുക്കറിയാൻ എന്തുണ്ട്? നമ്മുടെ തിയോഡലൈറ്റിന് 2 പ്ലേറ്റുകളുണ്ടല്ലേ? ഒരു ലോവർ പ്ലേറ്റും ഉണ്ട്, ഒരു അപ്പർ പ്ലേറ്റും ഉണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു മാഗ്നറ്റിക് കോമ്പസ് അതിൽ ഫിറ്റ് ചെയ്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ മാഗ്നറ്റിക് മെറിഡിയൻ്റെ ഡയറക്ഷനിൽ ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ ലോവർ പ്ലേറ്റിനെ ഫിക്സ് ചെയ്ത് വയ്ക്കുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? പതുക്കെ അപ്പറിനെ ലൂസ് ചെയ്തുകൊണ്ട് ഞാൻ ബിയിലേക്ക് നോക്കി. കണ്ടോ? അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഇവിടുത്തെ മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് ലൈൻ AB എനിക്ക് കിട്ടി. തീറ്റ AB എനിക്ക് ഇവിടെ നിന്ന് കിട്ടി. ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക. ഓക്കെ ആണല്ലോ? മാഗ്നറ്റിക് ബിയറിംഗ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? എനിക്ക് ബിയിലെ മാഗ്നറ്റിക് ബിയറിംഗ് കണ്ടുപിടിക്കണം. എന്താ മാഗ്നറ്റിക് ബിയറിംഗ്? ഇതാണ് ഇവിടുത്തെ മാഗ്നറ്റിക് ബിയറിംഗ് അല്ലേ? തീറ്റ BC. ഇനി എനിക്ക് എന്ത് ചെയ്യണം? CD കണ്ടുപിടിക്കാനായിട്ട് തീറ്റ CD. ഇതൊക്കെയാണ് എനിക്ക് കണ്ടുപിടിക്കാനുള്ളത്. എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് മാത്രം അറിഞ്ഞാൽ നോക്കി. ഇവിടെ മാത്രമേ ഞാൻ മാഗ്നറ്റിക് മെറിഡിയൻ എസ്റ്റാബ്ലിഷ് ചെയ്യത്തുള്ളൂ, കോമ്പസ് വെച്ചിട്ട് ചെയ്യത്തുള്ളൂ. ഇനി എനിക്ക് എന്ത് ചെയ്യണം? ഇത് ഓരോരുത്തരായിട്ട് കണ്ടുപിടിച്ച് പോകണം തിയോഡലൈറ്റ് വെച്ചിട്ട്. ഇവിടെ ഒന്നും ഞാൻ എന്ത് ചെയ്യില്ല? എൻ്റെ മാഗ്നറ്റിക് കോമ്പസിനെ യൂസ് ചെയ്യില്ല. ഇതെങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും തിയോഡലൈറ്റിൽ? യൂസിങ് ബിയറിങ്ങിൽ എനിക്ക് എങ്ങനെയെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് നമ്മൾ എന്ത് ചെയ്യാനുള്ള ഇവിടെ ഡീൽ ചെയ്യാനുള്ള. ഇത് 3 മെത്തേഡുണ്ട്. ഓക്കെ, ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ബിയറിംഗ് ഫൗണ്ട് വിത്ത് ട്രാൻസിറ്റിംഗ് എന്ന് പറയുന്നൊരു മെത്തേഡുണ്ട്. വിത്തൗട്ട് ട്രാൻസിറ്റിംഗ് എന്ന് പറയുന്നൊരു മെത്തേഡുണ്ട്.
ബാക്ക് ബിയറിംഗ് എന്ന് പറയുന്നൊരു മെത്തേഡുണ്ട്. ഓക്കെ, ഇതിൻ്റെ പേരുകൾ മാത്രം നമ്മൾ പഠിച്ചാൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇത് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കി വയ്ക്കാം. ഓക്കെ, ആദ്യം നമുക്ക് എന്താണ് ട്രാൻസിറ്റിംഗ് എന്നറിയാം അല്ലേ? എന്താണ് ട്രാൻസിറ്റിംഗ് എന്നറിയാമല്ലോ. എനിക്ക് എന്തുണ്ട്, ഒരു ടെലിസ്കോപ്പ് ഉണ്ട്. ആ ടെലിസ്കോപ്പ് വെച്ച് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഒബ്ജക്റ്റിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ നോക്കിക്കൊണ്ടിരിക്കുന്ന സാധനത്തിന് ഞാൻ വെർട്ടിക്കൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതാണ് എൻ്റെ ടെലിസ്കോപ്പ് എങ്കിൽ, ഇതാണ് എൻ്റെ ടെലിസ്കോപ്പ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, അതിനെ വെർട്ടിക്കൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ബാക്കിലേക്ക് നോക്കുന്നു. ഓക്കെ, ബാക്കിലേക്ക് നോക്കുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്, ട്രാൻസിറ്റിംഗ് അല്ലേ? ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്, ട്രാൻസിറ്റിംഗ്. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്, ട്രാൻസിറ്റിംഗ്. ഓക്കെ, അങ്ങോട്ട് നോക്കിക്കൊണ്ടിരുന്നതിനെ പിടിച്ച് ഇങ്ങനെ ആക്കുന്നു. ഇങ്ങനെ ട്രാൻസിറ്റ് ചെയ്യാൻ പറ്റുന്ന തിയോഡലൈറ്റിനെ പറയുന്ന പേരാണെന്ത്, ട്രാൻസിറ്റ് തിയോഡലൈറ്റ്. ട്രാൻസിറ്റ് ചെയ്യാൻ പറ്റുന്ന തിയോഡലൈറ്റിനെ പറയുന്ന പേരാണെന്ത്, ട്രാൻസിറ്റ് തിയോഡലൈറ്റ്. സിമ്പിളായിട്ട് ഞാൻ എന്തെന്ന് പറയുന്നു, ട്രാൻസിറ്റ് എന്ന് പറയുന്നു. ഓക്കെ, എന്തെന്ന് പറയുന്നു, ട്രാൻസിറ്റ് എന്ന് പറയുന്നു. ഓക്കെ, ശരി, ട്രാൻസിറ്റ് എന്ന് പറയുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യാം, എനിക്ക് എൻ്റെ തിയോഡലൈറ്റ് ട്രാവേഴ്സിനെ മറ്റൊരു പേര് കൂടി പറയാം. എന്ത്, ട്രാൻസിറ്റ് ട്രാവേഴ്സിംഗ് എന്ന് പറയാം. അതുപോലെ എൻ്റെ ലെങ്ത് എന്ത് വെച്ചിട്ടാണ് എടുക്കുന്നത്, ടേപ്പ് വെച്ചിട്ടാണ് എടുക്കുന്നില്ലേ? ഒന്നുകിൽ ട്രാൻസിറ്റ് ട്രാവേഴ്സിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ ട്രാൻസിറ്റ് ടേപ്പ് ട്രാവേഴ്സ് എന്നും പറയാം. മറ്റൊരു പേരൂടെ പറയാം. തിയോഡലൈറ്റിൻ്റെ മറ്റൊരു പേരാണെന്ത്, ട്രാൻസിറ്റ്. ഓക്കെ, തിയോഡലൈറ്റിൻ്റെ മറ്റൊരു പേരാണെന്ത്, ട്രാൻസിറ്റ്. അതുകൊണ്ട് ഞാൻ എന്തെന്ന് പറയുന്നു, ട്രാൻസിറ്റ് തിയോഡലൈറ്റ് അല്ലെങ്കിൽ ട്രാൻസിറ്റ് ട്രാവേഴ്സിംഗ് എന്ന് പറയുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ വിത്ത് ട്രാൻസിറ്റ് എന്ന് പറയുമ്പോൾ എന്താ, നമുക്കിവിടെ 3 മെത്തേഡല്ലേ ഉള്ളത്. വിത്ത് ട്രാൻസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ തിയോഡലൈറ്റിനെ 180 ഡിഗ്രി വെർട്ടിക്കൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യും. അതിനെ പറയുന്നതാണ് വിത്ത് ട്രാൻസിറ്റിംഗ്. വിത്തൗട്ട് ട്രാൻസിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റൊട്ടേഷൻ ഉണ്ടാവത്തില്ല. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. ഓക്കെ, ഫസ്റ്റ് എന്താണ്, വിത്ത് ട്രാൻസിറ്റിംഗ്. എന്താണ് നമ്മളിവിടെ എല്ലാം കണ്ടുപിടിക്കുന്നത്, ബിയറിംഗ് ആണ്. ഓരോ സ്റ്റേഷനിലെ ബിയറിംഗ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ആദ്യം വിത്ത് ട്രാൻസിറ്റിംഗ് നോക്കാം. ഞാൻ എന്ത് ചെയ്തു, ഇവിടെ മാഗ്നറ്റിക് കോമ്പസ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ മാഗ്നറ്റിക് ബിയറിംഗ് കണ്ടുപിടിക്കുന്നു. AB ഞാൻ കണ്ടുപിടിക്കുന്നു. ABCD എങ്ങനെ കണ്ടുപിടിച്ചേ, ഇങ്ങനെ ഇവിടെ സെറ്റ് ചെയ്തു, ഇവിടേക്ക് നോക്കി അല്ലേ. ഇനി എന്ത് ചെയ്യുന്നു, എനിക്ക് വേണ്ടത് ആ ബിയറിംഗ് ആണെന്ന് അറിയാം. ഇവിടെ ഒന്നും ഞാൻ മാഗ്നറ്റിക് മെറിഡിയൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ വേറെ കളർ വരച്ചിരിക്കുന്നത്. ഇതാണെന്ത്, മാഗ്നറ്റിക് മെറിഡിയൻ. ഫസ്റ്റ് സ്റ്റേഷനിൽ ഞാൻ മാഗ്നറ്റിക് മെറിഡിയൻ കണ്ടുപിടിക്കുന്നു. വേറെ എങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, മാഗ്നറ്റിക് മെറിഡിയൻ കണ്ടുപിടിക്കുന്നില്ല. ഇവിടെ ഞാൻ ഇങ്ങനെ റീഡിംഗ് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഈ തിയോഡലൈറ്റിന് ഇതുപോലെ എടുത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ബിയിൽ കൊണ്ടുവയ്ക്കുന്നു. ഓക്കെ ആണല്ലോ, ബി കൊണ്ടുവച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ റീഡിങ് മാറാതെ ഇരിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ അപ്പറിനെ ടൈറ്റ് ചെയ്യണം അല്ലേ. അപ്പറിനെ ടൈറ്റ് ചെയ്താൽ റീഡിങ് മാറില്ല, നമുക്കറിയാം. അപ്പറിനെ ടൈറ്റ് ചെയ്ത് റീഡിങ് മാറാൻ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ടെലിസ്കോപ്പ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, എയിലേക്ക് നോക്കി. ഓക്കെ ആണല്ലോ, എയിലേക്ക് നോക്കി. ഇപ്പോൾ എൻ്റെ ടെലിസ്കോപ്പ് എയിലേക്ക് നോക്കിയിരിക്കുകയാണ്. നേരത്തെ ഇങ്ങനെ ഇരുന്നല്ലേ, എയിൽ നിന്ന് ബിയിലേക്ക് നോക്കിയിരുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ബിയിൽ കൊണ്ടുവച്ചു. എന്നിട്ട് റീഡിങ് മാറാൻ ഞാൻ എന്ത് ചെയ്തു, എയിലേക്ക് നോക്കി. ഓക്കെ, ഇപ്പോൾ എൻ്റെ ടെലിസ്കോപ്പിലുള്ള തിയോഡലൈറ്റിലുള്ള റീഡിങ് എത്രയാണ്, തീറ്റ എ ആണല്ലേ, തീറ്റ എ. ആ തീറ്റ എ എന്ന് പറയുന്നത് എന്താ, തീറ്റ എ ബി. ഇത് ഓൾറെഡി എൻ്റെ തിയോഡലൈറ്റിലുണ്ട് ഇപ്പം തന്നെ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ ബാക്കിലേക്ക് എയിലേക്ക് നോക്കിയതിന് ശേഷം വെർട്ടിക്കൽ പ്ലെയിനിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ റൊട്ടേറ്റ് ചെയ്യുന്നു. നിങ്ങൾ പ്ലാൻ വ്യൂവിൽ നോക്കുമ്പോൾ ഇത് ഇങ്ങനെയാണ് വെർട്ടിക്കൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. ഇതാ കണ്ടോ, ഞാൻ ട്രാൻസിറ്റ് ചെയ്തു. ഓക്കെ, ഇങ്ങനെ ഇരുന്ന് എൻ്റെ ടെലിസ്കോപ്പിനെ ഞാൻ എന്ത് ചെയ്തു, വെർട്ടിക്കൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഇതേ ഇങ്ങനെയാക്കി. കണ്ടല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, വീണ്ടും സിയിലേക്ക് എനിക്ക് നോക്കണം. സിയിലേക്ക് നോക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഇതേ ഇങ്ങനെ നോക്കണം. കണ്ടോ. ഓക്കെ, ഇങ്ങോട്ട് നോക്കുമ്പോൾ എനിക്കിവിടെ ഏതൊരു ആംഗിൾ കൂടി കിട്ടുന്നുണ്ട്, ഇത് ഈ ഒരു ആംഗിൾ കൂടി എൻ്റെ തിയോഡലൈറ്റിൽ ആഡാവുന്നുണ്ട്. ആഡായി. ഇപ്പോൾ ടോട്ടൽ ആ തിയോഡലൈറ്റിലുള്ളത് ഏതൊക്കെയാണ്, ഇതേ ഈ തീറ്റ എ ബി കൊണ്ട് ഇപ്പോൾ കിട്ടിയ ആംഗിളുണ്ട്. സോ മെക്കാനിക്കലി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് എനിക്ക് എന്ത് കിട്ടി, ഇത് കിട്ടി, ഈ ആംഗിൾ കിട്ടി. ഈ ആംഗിളാണ് എന്ത്, തീറ്റ ബി സി. മനസ്സിലായല്ലോ.
ശരി, ഇങ്ങനെ ഞാൻ ചെയ്ത് പോകുന്നതിനെ പറയുന്ന പേരാണെന്ത്? വിത്ത് ട്രാൻസിറ്റിങ്. എനിക്ക് ഓരോ സ്ഥലത്തെ ബിയറിംഗ് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ആഡ് ചെയ്ത് മെക്കാനിക്കലി ആഡപ്പ് ചെയ്ത് പോകുന്നു. എന്താ? ബിയറിംഗ് ഓഫ് all lines are mechanically added. ഓരോ സ്ഥലത്തെയും ബിയറിംഗ് എന്ത് ചെയ്യുന്നു? മെക്കാനിക്കലി ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്നു. ഇതാണ് എന്ത്? വിത്ത് ട്രാൻസിറ്റിങ്ങിൽ ഞാൻ ഓരോ ലൈനിൻ്റെയും മാഗ്നറ്റിക് ബിയറിംഗ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വിത്തൗട്ട് ട്രാൻസിറ്റ് ചെയ്യാതെ, അതായത് വെർട്ടിക്കൽ പ്ലെയിനിൽ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബിയറിങ്ങുകൾ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയെന്ന് നോക്കാം. ദേ സെയിം ട്രാവേഴ്സ് ഉണ്ട്, എ ബി സി ഡി. ഓക്കെ, ഞാൻ എന്ത് ചെയ്യണം? ആദ്യത്തെ സ്ഥലത്ത് മാഗ്നറ്റിക് മെറിഡിയൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഞാൻ എന്ത് ചെയ്യണം? തീറ്റ എ ബി കണ്ടുപിടിക്കണം. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? ഓരോ സ്ഥലത്തെ ലൈനുകളുടെ എന്താണ്? മാഗ്നറ്റിക് ബിയറിംഗ് ആണ് എനിക്ക് കണ്ടെത്താനുള്ളത് അല്ലേ? എന്ത് ചെയ്യുക? ഇതാ നോക്കിക്കോ, നമ്മുടെ പ്രൊസീജിയർ നമുക്കറിയാം. ലോവർ പ്ലേറ്റ്, അപ്പർ പ്ലേറ്റ്, റീഡിങ് ഇട്ട അപ്പറിനെ ലൂസ് ചെയ്യുക. ഇതാ ഇവിടേക്ക് നോക്കി, എനിക്ക് എന്ത് കിട്ടി? ആദ്യത്തെ റീഡിങ് കിട്ടി. ഓക്കെ, തീറ്റ എ എന്തുണ്ട്? ഓൾറെഡി അവിടെ ഉണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിനെടുത്ത് ബിയിൽ കൊണ്ടുവയ്ക്കുന്നു. തീറ്റ എ ബി അവിടെ ഓൾറെഡി ഉണ്ട്. ഓക്കെ, ഇങ്ങനെ കൊണ്ടുവയ്ക്കുന്നു. ഇനി എന്ത് ചെയ്യുക? അപ്പറിനെ ടൈറ്റ് ചെയ്യുക, ലോവറിനെ ലൂസ് ചെയ്യുക. അതായത് റീഡിങ് മാറരുത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ റീഡിങ് മാറാതെ ഞാൻ എന്ത് ചെയ്തു? എ ബിയിലേക്ക് നോക്കി. നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ. റീഡിങ് മാറാതെ ഞാൻ എന്ത് ചെയ്തു? എ ബിയിലേക്ക് നോക്കി. എന്നിട്ട് എന്ത് ചെയ്തു? എനിക്കിനി റീഡിങ് മാറണം. സോ ഞാൻ എന്ത് ചെയ്യുക? അപ്പറിനെ ലൂസ് ചെയ്യുക. അപ്പറിനെ ലൂസ് ചെയ്തോട്ട് ഞാൻ എവിടെ നോക്കുക? സിയിലേക്ക് നോക്കുക. കണ്ടോ? സിയിലേക്ക് നോക്കുക. അപ്പോൾ എനിക്ക് എന്താ ഇപ്പോൾ കിട്ടിയ റീഡിങ് എന്ന് പറയുന്നത്? എനിക്കിപ്പോൾ കിട്ടിയ റീഡിങ് ഇതാണ്. ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന റീഡിങ് എന്താണ്? ഈ റീഡിങ്ങാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. എനിക്ക് എന്താ വേണ്ടേ? എനിക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ ഈ റീഡിംഗ് ആണ് വേണ്ടത്. ആ റീഡിംഗ് കിട്ടാൻ ഓൾറെഡി ഇപ്പോൾ എൻ്റെ തിയോഡലൈറ്റിൽ ഉണ്ടായിരുന്നു. തീറ്റ എ ബി എന്ന് പറയുന്ന ആ ഒരു റീഡിംഗ് ഉണ്ടായിരുന്നു. ഓക്കെ, സോ അവിടെ ഞാൻ എന്ത് ചെയ്താൽ മതി? ഈ ഒരു ചെറിയ ആംഗിൾ കൂടി കൂട്ടുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? തീറ്റ ബി സി എന്ന് പറയുന്നത്, ഈ മഞ്ഞ തീറ്റ ബി സി എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ ആണല്ലോ. അതിനെന്താ ചെയ്താൽ മതി? എനിക്ക് ചെറിയ ആംഗിൾ കണ്ടുപിടിക്കണം അല്ലേ? ഈ റെഡിൽ വരച്ചിരിക്കുന്ന ചെറിയ ആംഗിളിനെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ തിയോഡലൈറ്റിലുള്ള ഈ ഗ്രീൻ ആംഗിളിൽ നിന്നും ഞാൻ എന്ത് ചെയ്താൽ മതി? 180 ഡിഗ്രി കുറച്ചാൽ പോരെ? ഈ മൊത്തത്തിലുള്ള ഗ്രീനിൽ നിന്നും ഈ ഒരു 180 ഡിഗ്രീനെ കുറച്ച് കൊടുത്താൽ എനിക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഈ ചെറിയ ആംഗിൾ കിട്ടത്തില്ലേ? സോ ഞാൻ എന്ത് ചെയ്യണം? ഇവിടുത്തെ തീറ്റ ബി സി കണ്ടുപിടിക്കാൻ തിയോഡോലൈറ്റിൻ്റെ റീഡിങ്ങിൽ നിന്നും ഞാൻ എന്ത് ചെയ്യണം? 180 ഡിഗ്രീനെ മൈനസ് ചെയ്യണം. മനസ്സിലായല്ലോ? ഇതെന്ത് ചെയ്യുക? ഇത് ഫസ്റ്റ് സ്റ്റേഷൻ, ഇത് സെക്കൻഡ് സ്റ്റേഷൻ. ഈ ഒരു പ്രൊസീജിയർ ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോഴേക്ക് ബിയറിംഗ് ഓഫ് ലൈൻസ് ഫ്രം ഈവൻ സ്റ്റേഷൻ ഒന്നാമത്തേൽ കുഴപ്പമില്ല. ഈവൻ സ്റ്റേഷനിൽ ഞാൻ കിട്ടാൻ എന്ത് ചെയ്യണം? വിച്ച് ഈസ് ഈക്വൽ ടു ബിയറിംഗ് ഓർ തിയോഡലൈറ്റ് റീഡിംഗ് ഓഫ് തിയോഡലൈറ്റിൽ ഞാൻ എന്ത് ചെയ്യുക? 180 ഡിഗ്രീനെ കുറച്ച് കൊടുക്കുമ്പോഴത്തേക്ക് എനിക്ക് എന്ത് കിട്ടുന്നു? മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് ലൈൻ അറ്റ് ഈവൻ സ്റ്റേഷൻ. ഞാൻ എവിടെയൊക്കെ ഞാൻ 180 ഡിഗ്രീൻ്റെ ഡിഫറൻസ് കൊടുക്കുക? സെക്കൻഡ് സ്റ്റേഷനിൽ കൊടുക്കുക, ഫോർത്ത് സ്റ്റേഷനിൽ കൊടുക്കുക, സിക്സ്ത് സ്റ്റേഷനിൽ കൊടുക്കുക, എക്സെട്ര. ഓക്കെ, 1, 3, 5, 7 ഈ സ്റ്റേഷനുകളിലെല്ലാം എനിക്ക് എന്ത് കിട്ടുന്നു? ഡയറക്റ്റ് മാഗ്നറ്റിക് ബിയറിംഗ് തിയോഡലൈറ്റിൽ നിന്ന് കിട്ടുന്നു. ഓക്കെ, ഈവൻ സ്റ്റേഷനിൽ ഞാൻ എന്ത് ചെയ്യണം? 180 ഡിഗ്രീൻ്റെ കറക്ഷൻ അപ്ലൈ ചെയ്യുക. 180 ഡിഗ്രിയുടെ ഒരു കറക്ഷൻ അപ്ലൈ ചെയ്യുന്നതിന് പകരം നമുക്ക് ചെയ്യാൻ ഒരു പ്രൊസീജിയർ ഉണ്ട്. അതെന്താ? നമുക്ക് വെർട്ടിക്കൽ സർക്കിളിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു റീഡിംഗ് എടുക്കുന്ന സർക്കിളിൽ എത്ര വെർനിയർ ഉണ്ട്? 2 വെർനിയർ ഉണ്ടല്ലേ? ആ 2 വെർനിയർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും അല്ലേ? സോ ഞാൻ ഈവൻ സ്റ്റേഷനിൽ 180 ഡിഗ്രി കറക്ഷൻ കൊടുക്കുന്നതിന് പകരം ഈവൻ സ്റ്റേഷനിൽ ഞാൻ എന്ത് ചെയ്യുക? അപ്പുറത്തെ വെർനിയർ വായിച്ചാൽ മതി. ഓക്കെ ആണല്ലോ. ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു വെർനിയർ റീഡിംഗ് കിട്ടുമെങ്കിൽ ഫസ്റ്റിൽ നിന്ന് നോക്കുമ്പോൾ ഞാനൊരു വെർനിയറിൽ നിന്നാണ് റീഡിംഗ് എടുക്കുന്നതെങ്കിൽ സെക്കൻഡിൽ ഞാൻ എന്ത് ചെയ്യുക? ഓപ്പോസിറ്റ് വെർനിയറിൽ നിന്ന് റീഡിംഗ് എടുക്കുക. ഓക്കെ, ഈവൻ സ്റ്റേഷൻ
റീഡിങ്സ് ടേക്കൺ അറ്റ് ഓപ്പോസിറ്റ് വെർനിയർ. ഓപ്പോസിറ്റ് വെർനിയറിൽ നിന്നും ഈവൻ സ്റ്റേഷൻ റീഡിങ് എടുക്കാം. പക്ഷേ ഈ ഒരു കറക്ഷൻ അപ്ലൈ ചെയ്യുന്ന ഈ ഒരു മെത്തേഡാണ് എന്ത് ചെയ്യുന്നത്, പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, പ്രിഫേർഡ്. ഇതാണ് എന്ത്, പ്രിഫർ ചെയ്യുന്നത്. പ്രിഫർ ചെയ്യുന്ന മെത്തേഡ് ഏതാണ്, കറക്ഷൻ അറ്റ് 180 ഡിഗ്രിയാണ്. ഓക്കെ, ഇതാണ് എന്ത് നമുക്ക് നമ്മുടെ രണ്ടാമത്തെ മെത്തേഡ്. മൂന്നാമത്തെ മെത്തേഡിൻ്റെ പേര് മാത്രം ജസ്റ്റ് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. മൂന്നാമത്തെ മെത്തേഡ് എന്താണ്, ബൈ ബാക്ക് സൈറ്റിംഗ്. ബൈ ബാക്ക് സൈറ്റിംഗ്. ഓക്കെ, ശരി. ഈ ഒരു മെത്തേഡിലെല്ലാം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, മാഗ്നറ്റിക് ബിയറിംഗ് ആണ് കണ്ടുപിടിക്കുന്നത്. മാഗ്നറ്റിക് ബിയറിംഗ്. ആ ബിയറിംഗ് കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്തു, ആദ്യത്തെ സ്റ്റേഷനിൽ മാഗ്നറ്റിക് കോമ്പസ് യൂസ് ചെയ്തു. ഓക്കെ, മാഗ്നറ്റിക് കോമ്പസ് മീൻസ് മാഗ്നറ്റിക് നീഡിൽ യൂസ് ചെയ്തു. അതുകൊണ്ട് ഈ ബിയറിംഗ് കണ്ടുപിടിക്കാനുള്ള ഈ ഒരു മെത്തേഡിനെ ട്രാവേഴ്സിംഗ് യൂസിങ് ബിയറിംഗ് കണ്ടുപിടിക്കാനുള്ള ഈ ഒരു മെത്തേഡിനെ പറയുന്ന ഒരു മറ്റൊരു പേരാണ് ഫാസ്റ്റ് നീഡിൽ മെത്തേഡ്. ഓക്കെ, കോമ്പസിന് എന്തായിരുന്നു, ഫ്രീ നീഡിൽ അല്ലെങ്കിൽ ലൂസ് നീഡിൽ എന്ന് പറയും. ഇവിടെ ട്രാവേഴ്സിംഗ് ബിയറിംഗ് കണ്ടുപിടിക്കാനായിട്ട് തിയോഡലൈറ്റ് യൂസ് ചെയ്യുന്ന ഈ ഒരു മെത്തേഡിനെ പറയുന്ന പേരാണെന്ത്, ഫാസ്റ്റ് നീഡിൽ മെത്തേഡ് എന്നും കൂടി പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്, തിയോഡലൈറ്റ് വെച്ചിട്ട് ബിയറിംഗ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, ബിയറിംഗ് കണ്ടുപിടിക്കുക. ഇനി എന്ത് ചെയ്യാൻ പറ്റും എനിക്ക്, രണ്ടാമത് ആംഗിൾ കണ്ടുപിടിക്കുക അല്ലേ, ആംഗിൾസ്. ഓക്കെ, ലെങ്ത്, ഡയറക്ഷൻ. ലെങ്തും ഉണ്ടായിരുന്നു, ഡയറക്ഷനും ഉണ്ടായിരുന്നു അല്ലേ. ഡയറക്ഷനിൽ ഫസ്റ്റ് എന്തായിരുന്നു, ബിയറിംഗ്. അത് നമ്മൾ ചെയ്തു. ഇനി എന്താണ്, ആംഗിൾ. അതെങ്ങനെ ചെയ്യാൻ നോക്കും. ആംഗിൾ എന്ന് പറയുമ്പോൾ ഏതാ, രണ്ട് ടൈപ്പ് ആംഗിളുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, ഇൻക്ലൂഡഡ് ആംഗിൾ. നമ്മൾ നല്ല രീതിക്ക് പഠിച്ചിട്ടുണ്ടല്ലേ ഇതൊക്കെ, ഇൻക്ലൂഡഡ് ആംഗിൾ. ഓക്കെ, രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു സാധനം കൂടിയുണ്ട്, എന്താണ്, ഡിഫ്ലക്ഷൻ ആംഗിൾ. ഡിഫ്ലക്ഷൻ ആംഗിൾ. ഓക്കെ, മെറിഡിയൻ യൂസ് ചെയ്തുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ബിയറിംഗ് കണ്ടുപിടിച്ചത്. ഫസ്റ്റ് സ്റ്റേഷനിലെങ്കിലും ഞാൻ എന്ത് കണ്ടുപിടിച്ചു, മെറിഡിയൻ കണ്ടുപിടിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ബാക്കിയെല്ലാം ചെയ്തത്. സോ ഈ സ്റ്റേഷനിൽ എന്താണ് എറർ വരാൻ ചാൻസ് ഉണ്ട്, മാഗ്നറ്റിക് കോമ്പസ് യൂസ് ചെയ്താൽ എറർ വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നോക്കി ആംഗിൾ കണ്ടുപിടിക്കാൻ എനിക്ക് എന്ത് വേണ്ട, മെറിഡിയൻ്റെ ആവശ്യമൊന്നുമില്ല. മെറിഡിയൻ ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ എന്താണ്, ഇതിൽ എറർ ഫ്രീ ആയിരിക്കും. സോ ഇതായിരിക്കും എന്ത്, മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ്. എന്തുകൊണ്ട്, മെറിഡിയൻസ് എന്ന് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട. നോ നീഡ് ഓഫ് മാഗ്നറ്റിക് കോമ്പസ്. നോ നീഡ് ഓഫ് മാഗ്നറ്റിക് കോമ്പസ് എന്ന് നമുക്ക് വേണ്ട. മാഗ്നറ്റിക് കോമ്പസ് വേണ്ടാത്തതുകൊണ്ട് ഇതെന്തായിരിക്കും, മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡായിരിക്കും. ഓക്കെ, ശരി. ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇൻക്ലൂഡഡ് ആംഗിൾ, ഇത് നമുക്ക് ഇൻക്ലൂഡഡ് ആംഗിളിൻ്റെ കളിയൊക്കെ നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാവുന്നതാണല്ലേ. ശരി, എന്താ ചെയ്യാനുള്ളത്, എനിക്കൊരു ട്രാവേഴ്സ് ഉണ്ടല്ലേ, ABCDE. ഞാൻ എന്ത് ചെയ്യണം, ഇൻക്ലൂഡഡ് ആംഗിൾ കണ്ടുപിടിച്ചോണം. എൻ്റെ ട്രാവേഴ്സിൻ്റെ പേര് എഴുതാം, ABCDE. ഇതെല്ലാം ഹൊറിസോണ്ടൽ ആംഗിളാണ്. വെറുതെ നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. ആദ്യം എന്ത് ചെയ്യുന്നു, ഞാൻ ക്ലോക്ക് വൈസിൽ പ്രൊസീഡ് ചെയ്യുന്നു. ക്ലോക്ക് വൈസിൽ പ്രൊസീഡ് ചെയ്യുമ്പോൾ എന്താ ഇൻക്ലൂഡഡ് ആംഗിളിൻ്റെ ഡെഫിനിഷൻ, പ്രിസീഡിംഗ് ലൈനിൽ നിന്ന് ഫോർവേഡിംഗ് ലൈനിലേക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. ഉദാഹരണത്തിന് AB ആണ് പ്രിസീഡിങ്, മുന്നേ ഉള്ള ലൈനിൽ നിന്നും ശേഷമുള്ള ലൈനിലേക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, മുന്നേ ഉള്ള ലൈനിൽ നിന്നും അടുത്ത ലൈനിലേക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇതാണ് എന്തെൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ അല്ലേ. ഇൻക്ലൂഡഡ് ആംഗിൾ ഞാൻ എന്ത് ചെയ്യണം, കണ്ടുപിടിച്ച് പോകണം. ഇതെന്താണ്, ഇതിനെ പറയുന്ന പേരാണെന്ത്, ക്ലോക്ക് വൈസ് ട്രാവേഴ്സ് ചെയ്യണമെങ്കിൽ എൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ. ഓക്കെ, നമ്മൾ ഇൻക്ലൂഡഡ് ആംഗിളിൻ്റെ കഥയാണ് പറയുന്നത്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഇൻക്ലൂഡഡ് ആംഗിൾ. ക്ലോക്ക് വൈസ് ട്രാവേഴ്സിലാണെങ്കിൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, എപ്പോഴും എക്സ്റ്റീരിയർ ആംഗിൾ ആയിരിക്കും അല്ലേ. അത് നമുക്കറിയാം, എക്സ്റ്റീരിയർ ആംഗിൾ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി എന്താ രണ്ടാമത്തത്, എൻ്റെ ട്രാവേഴ്സ്, സെയിം ട്രാവേഴ്സ് ABCD. ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ ആൻറ്റി ക്ലോക്ക് വൈസ് ട്രാവേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആൻറ്റി ക്ലോക്ക് വൈസ് ട്രാവേഴ്സ് എനിക്ക് D കിട്ടണമെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലേ. എൻ്റെ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഇത്, പ്രിസീഡിങ് ലൈനിൽ നിന്നും ഫോർവേഡിങ് ലൈൻ എന്ന് പറയുമ്പോൾ DC, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, പ്രിസീഡിങ് ലൈൻ DC,
അതിന് ശേഷമുള്ളത് ഏതാണ് CB, ഇതിൽ നിന്ന് അതിലേക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതുപോലെ പ്രിസീഡിംഗ് ലൈൻ BC, ഫോർവേഡ് ലൈൻ AB. സോ പ്രിസീഡിങ്ങിൽ നിന്ന് ഫോർവേഡിലേക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. പ്രിസീഡിംഗ് BA, ഫോർവേഡിങ് ഏതാണ് AD. പ്രിസീഡിങ്ങിൽ നിന്ന് ഫോർവേഡിങ്ങിലേക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. കിട്ടിയിരിക്കുന്ന ആംഗിൾ ഇതെന്താണ്? ക്ലോക്ക് വൈസ് ട്രാവേഴ്സ്. ഇതെന്താണ്? ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലേ? ആൻറ്റി ക്ലോക്ക് വൈസ് ട്രാവേഴ്സ്. ആൻറ്റി ക്ലോക്ക് വൈസ് ട്രാവേഴ്സ് ആണെങ്കിൽ നമുക്ക് ഇൻക്ലൂഡ് ആംഗിൾ ആയിട്ട് കിട്ടുന്ന ഏതായിരിക്കും? ഇൻറ്റീരിയർ ആംഗിൾ ആയിരിക്കും അല്ലേ? ഇൻറ്റീരിയർ ആംഗിൾ. ഇതെല്ലാം നമ്മൾ നല്ല വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ട്. സോ ഈ രീതിയിലാണ് ഞാൻ ട്രാവേഴ്സ് ചെയ്യുന്നത്. ട്രാവേഴ്സിങ് എനിക്ക് എന്തോട് വേണം? ലെങ്ത് വേണം അല്ലേ? ലെങ്ത് എന്ത് വെച്ച് കണ്ടുപിടിക്കുന്നു? ടേപ്പ് വെച്ച് കണ്ടുപിടിക്കുന്നു. ലെങ്തിനെ കുറിച്ച് നമുക്കൊരു പ്രശ്നമേ ഇല്ല. ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത് മാത്രം അറിഞ്ഞാൽ. സോ ഇത്രയേ ഉള്ളൂ എന്താണ് ഇൻക്ലൂഡഡ് ആംഗിളിൻ്റെ. രണ്ടാമത്തെ ഒരു കാര്യം കൊണ്ടുണ്ട് ഡിഫ്ലക്ഷൻ ആംഗിൾ. അതോടുകൂടി ഇത് കഴിയും. ഓക്കെ, രണ്ടാമത്തെ എന്താണ്? ട്രാവേഴ്സിങ് ബൈ ഡിഫ്ലക്ഷൻ ആംഗിൾ. ട്രാവേഴ്സിങ് ബൈ ഡിഫ്ലക്ഷൻ ആംഗിൾ. എന്താ ഡിഫ്ലക്ഷൻ ആംഗിൾ? ദേ ABCD ഡിഫ്ലക്ഷൻ ആംഗിൾ. ഡിഫ്ലക്ഷൻ ആംഗിൾ എന്നൊന്നും പറഞ്ഞ ഒന്നുമില്ല. പ്രിസീഡിങ് ലൈനിൻ്റെ പ്രോലോങ്ങേഷൻ. ഈ വാക്ക് നമുക്ക് ഒത്തിരി തവണ PSCയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇതെന്താ? പ്രോലോങ്ങേഷൻ. ഓക്കെ, പ്രിസീഡിങ് ലൈനിൻ്റെ പ്രോലോങ്ങേഷനിൽ നിന്നും നമുക്ക് ഫോർവേഡ് ലൈനിലേക്ക് എടുക്കുന്ന ആംഗിളിനെ പറയുന്ന പേരാണ് എന്ത്? ഡിഫ്ലക്ഷൻ ആംഗിൾ. ഓക്കെ, അതുപോലെ ഇപ്പോൾ BC ആണെങ്കിൽ BCയുടെ പ്രോലോങ്ങേഷനിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ നെക്സ്റ്റ് ലൈനിലേക്ക് എടുക്കുന്ന ആ ഒരു ആംഗിളിനെ പറയുന്നവരാണെന്ത്? ഡിഫ്ലക്ഷൻ ആംഗിൾ. ഓക്കെ, ഇതെന്താണ്? പ്രോലോങ്ങേഷൻ. ഇതിനെ പറയുന്നവരാണെന്ത്? ഡിഫ്ലക്ഷൻ ആംഗിൾ. ഓക്കെ, ഈ ലെങ്തുകൾ ഞാൻ കണ്ടുപിടിക്കുന്നു. അതുപോലെ എന്ത് ചെയ്യുന്നു? ഓരോ ഡിഫ്ലക്ഷൻ ആംഗിൾ ഞാൻ കണ്ടുപിടിച്ചു പോകുന്നു. ഈ ഡിഫ്ലക്ഷൻ ആംഗിൾ ഞാൻ എങ്ങോട്ടാണ് എടുക്കാറുള്ളത്? റൈറ്റ് സൈഡിലേക്കല്ലേ? ഇത് എൻ്റെ ഈ ലൈനിൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് എടുക്കാറുള്ളത്. സോ ഇത് റൈറ്റ് സൈഡിലേക്കുള്ള ഡിഫ്ലക്ഷൻ ആംഗിളാണ്. ഇതിനെ ഞാൻ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യണം. അതുപോലെ ഇത് ഇവിടെ വന്നിട്ട് ഞാൻ ലെഫ്റ്റ് സൈഡിലേക്കല്ലേ എടുക്കാറുള്ളത്? ലെഫ്റ്റ് സൈഡിലേക്കുള്ള ആംഗിളിനെ ഞാൻ എന്ത് ചെയ്യണം? നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യണം. അതൊന്നും നമുക്ക് ഇവിടെ ആവശ്യം വരുന്നില്ല. ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇതെന്ത് ചെയ്യുക? ഇങ്ങനെ ഓരോ ലൈനിൻ്റെ ലെങ്തും ഡിഫ്ലക്ഷൻ ആംഗിളും കണ്ടുപിടിച്ച് പോകുന്നതിനെ പറയുന്ന പേരാണെന്ത്? ട്രാവേഴ്സിങ് ബൈ ഡിഫ്ലക്ഷൻ ആംഗിൾ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിയോഡലൈറ്റ് വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റും. കാരണം എന്താ? തിയോഡലൈറ്റ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആംഗിളും വെർട്ടിക്കൽ ആംഗിളും കണ്ടുപിടിക്കാനുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ്. സോ ഈ രണ്ട് രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രാവേഴ്സിങ് ബൈ ആംഗിൾ ചെയ്യുന്നത്. ഈ രണ്ടിൽ തന്നെ പ്രിഫർ ചെയ്യുന്നത് ഏതാണ്? ഇൻക്ലൂഡഡ് ആംഗിളാണ് പ്രിഫർ ചെയ്യുന്നത്. ഇൻക്ലൂഡഡ് ആംഗിളാണ് എന്ത് ചെയ്യുന്നത്? പ്രിഫർ ചെയ്യുന്നത് ഏതാണ്? ഇൻക്ലൂഡഡ് ആംഗിളാണ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് എന്ത് എനിക്കുള്ള ട്രാവേഴ്സിങ് മെത്തേഡ്സ്. ഇതാണെന്ത്? ട്രാവേഴ്സിങ് മെത്തേഡ്സ് എന്ന് പറയാനുള്ളത്. ഓക്കെ, ട്രാവേഴ്സിങ് മെത്തേഡ്സ് ഇത്രയാണുള്ളത്. ഇതിൽ ചെറിയൊരു ടോപ്പിക് കൂടെ നമുക്കൊന്ന് പറഞ്ഞു വയ്ക്കാം. ചെക്സ് ഇൻ ക്ലോസ്ഡ് ട്രാവേഴ്സ്. ഒരു ക്ലോസ്ഡ് ട്രാവേഴ്സിൻ്റെ ചെക്കുകൾ എന്തൊക്കെയാണ്? അതൊക്കെ നിങ്ങൾക്ക് നല്ല രീതിക്ക് അറിയാവുന്നതാണ്. ചെറുതിൽ തന്നെ നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, എനിക്കൊരു ട്രാവേഴ്സ് ഉണ്ട്. ഇതൊരു ക്ലോസ്ഡ് ട്രാവേഴ്സ് ആണ്. ക്ലോസ്ഡ് ട്രാവേഴ്സിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത് n ആണ്. 1, 2, 3, 4, 5, 6 മൊത്തത്തിൽ എത്ര എണ്ണം ഉണ്ട്? n വരെ ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതൊരു ക്ലോസ്ഡ് ട്രാവേഴ്സ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇതൊരു ക്ലോസ്ഡ് പോളിഗൺ ആണ്. ഇതൊരു ക്ലോസ്ഡ് പോളിഗൺ ആണെങ്കിൽ ഇതിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞാൽ 1, സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾ. സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് എത്ര കിട്ടും? സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് n-2 × 180 ആയിരിക്കും. ഓക്കെ, അതുപോലെ ഇൻറ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് ഇതല്ലേ? ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എനിക്ക് എത്ര കിട്ടും? n-2 × 180. ഉദാഹരണത്തിന് ഞാനൊരു ട്രയാങ്കിൾ എടുക്കുകയാണ്. ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ എത്ര വശമുണ്ട്? 1, 2, 3. n-2 3 അല്ലേ? n-2 × 180, അതായത് 1 × 180 = 180. ഇത് കണക്ക് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, n-2 ഇത് നമ്മൾ കൊച്ചിലേ പഠിക്കുന്നതാണല്ലേ? സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് = n-2 × 180. അതുപോലെ സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ = ഇതിൻ്റെ നേരെ പ്ലസ് കൊടുക്കുക. അതും എളുപ്പമാണ്. n+2 × 180. അതായത് അതെന്താ സംഭവം? എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിളാണ് ഏത്? ഇതല്ലേ? ഇതാണ് ഇൻറ്റീരിയർ ആംഗിൾ. എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഏത് വരും? ഫസ്റ്റ് ഈ ആംഗിള്
ഈ ആംഗിൾ 1, 2, 3 ഇത് 3 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടണം? n+2 × 180 കിട്ടണം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിറൈവ് ഒക്കെ ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ ഒരു മൊത്തത്തിൽ എത്രയാണ്? 360 ഡിഗ്രി ആണുള്ളത്. ഓരോ സ്ഥലത്തും 360 ഡിഗ്രി. ഓക്കെ, അതിൽ നിന്ന് ഇൻറ്റീരിയർ ആംഗിളിൻ്റെ സം ഇത് മൊത്തത്തിൽ എത്ര വരും? 360 × 3 വരും അല്ലേ? 360 × 3 ഇൻറ്റീരിയർ ആംഗിളിൻ്റെ സം എത്രയാണ്? n-2 × 180. സോ 360 × 3 - n-2 × 180 ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് എന്ത് കിട്ടും? എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ സം കിട്ടും. അതൊക്കെ നിങ്ങൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം എന്താ, ഇത് ആ ഇക്വേഷൻ നമുക്ക് കൊച്ചിലോട്ട് അറിയാവുന്നതാണ്. ഇനി മൂന്നാമതൊരു കാര്യം കൂടെ ഉണ്ട്. സം ഓഫ് ഡിഫ്ലക്ഷൻ ആംഗിൾ. ഇത് നമ്മൾ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ കേൾക്കുന്നത്. സം ഓഫ് ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും 360 ഡിഗ്രി ആയിരിക്കും. സം ഓഫ് ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? എപ്പോഴും 360 ഡിഗ്രി ആയിരിക്കും. എന്താണ് ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് നമുക്കറിയാം അല്ലേ? ഇപ്പോൾ പറഞ്ഞ സാധനം തന്നെ ABC. സോ ഇതാണെന്ത്? ഫസ്റ്റ് ഡിഫ്ലക്ഷൻ ആംഗിൾ, ഇതാണെന്ത്? സെക്കൻഡ് ഡിഫ്ലക്ഷൻ ആംഗിൾ, ഇതാണെന്ത്? തേർഡ് ഡിഫ്ലക്ഷൻ ആംഗിൾ. ഇതെല്ലാം കൂടെ എടുത്ത് കൂട്ടുമ്പോഴത്തേക്ക് എനിക്ക് എത്ര കിട്ടണം? 360 ഡിഗ്രി കിട്ടണം. ഇത്രയാണ് എന്ത്? ക്ലോസ്ഡ് ട്രാവേഴ്സിൻ്റെ ചെക്ക് ഉള്ളത്. ഈ ചെക്ക് വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പലതരത്തിലുള്ള ട്രാവേഴ്സിൻ്റെ കമ്പ്യൂട്ടേഷൻസ് നടക്കാൻ പറ്റും. അതെന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീൽ ചെയ്യാം. ARC, the Gate Kochi Hub of Kerala.